പിന്നെ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ വെറുതെ ഒരു വിശേഷം ചോദിച്ചതല്ലേ, കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെന്ന് തന്നെയാ തോന്നുന്നത്. ഓ നന്നായി, പിന്നെ കിന്നാരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ പാവം എന്റെ ചേച്ചി. എന്താ, എന്തു പറ്റി? എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ ഇരിക്കണേ? കുറെ സമയമായല്ലോ നീ തുടങ്ങിയിട്ട്, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഇക്കാലത്ത് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് പാവം എന്റെ ചേച്ചി മാത്രമായിരിക്കും. അതെന്തേ, ഇപ്പൊ ആരും ബുക്കൊന്നും വായിക്കാറില്ലേ? ഇല്ല, ഇപ്പൊ ആരുടെ കയ്യിലാ ബുക്കൊക്കെ ഉള്ളത്? ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണല്ലേ. പാവം എന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഞാനതാ, എന്റെ ചേച്ചിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ഓ അതാണോ കാര്യം? ഞാനതിന് ഇതുവരെ മൊബൈൽ ഫോണിന് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ മൊബൈൽ ഫോണിനൊന്നും ആവശ്യപ്പെടാത്തത്. ചേച്ചി ആവശ്യപ്പെട്ടാൽ മമ്മി എന്തായാലും ചേച്ചിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ലേ? എന്റെ ചേച്ചി, ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായി ഫോൺ ഇല്ലാത്തത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്റെ ഫ്രണ്ടിലെ നീനുവിന്റെ ചേച്ചിക്ക് ഐഫോണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു നോക്കിയ ഫോൺ വരെ ഇല്ല. ചേച്ചിക്ക് പുറത്തൊന്നും പോകുമ്പോൾ നാണക്കേടില്ലേ സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട്? അതിന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്നല്ലേ ഉള്ളൂ, നമ്മൾ മമ്മിയുടെ ഫോൺ ഉപയോഗിക്കാറില്ലേ. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഫോൺ മതി. എന്റെ ചേച്ചി ഇങ്ങനെ ഒരു പഴഞ്ചൻ രീതിയിൽ ജീവിക്കാതെ ന്യൂ ജനറേഷനിലേക്ക് വാ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിലേ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊരുമാതിരി ബുക്കും വായിച്ചോണ്ട് പഴയ കാലത്തെ പോലെ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സ്വന്തമായിട്ട് ഫോണിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും ഇവിടെ നടക്കില്ല. മമ്മി ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരില്ല. പിന്നെ വെറുതെ അത് ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ അതിനൊന്നും വേണ്ടി ശ്രമിക്കാത്തത്. ചേച്ചിക്ക് ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഐഡിയ പറഞ്ഞത് മുന്നേ ചേച്ചി ഒരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? ചേച്ചിക്ക് എന്നാ ഫോൺ കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് ഗെയിം കളിക്കാൻ തരണം. അങ്ങനെ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ചേച്ചിക്ക് ഫോൺ സംഘടിപ്പിച്ചു തരാം. ഹമ്പടെ കേബി, അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാൽ നിനക്കും അതിൽ നിന്ന് കളിക്കാലോ. അല്ലാതെ പിന്നെ ചേച്ചിയെ കൊണ്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് വേണം അത് എനിക്ക് ഉപയോഗിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതിൽ എനിക്കൊരു വിഷയവുമില്ല. എനിക്കൊക്കെ മനസ്സിലായി. കാളവാല പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു തരികിടയുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ഇപ്പൊ ഫോണ് വേണോ വേണ്ടയോ? ഫോണൊക്കെ വേണമായിരുന്നു, പക്ഷേ അത് കിട്ടോ? കിട്ടാനൊരു വഴിയുണ്ട്. എന്തു വഴിയാത്? വേഗം പറ നീ. നമുക്ക് മമ്മിയെ സോപ്പിടാം. മമ്മിയെ മെല്ലെ മെല്ലെ സോപ്പിട്ട് നമുക്ക് കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എന്തായാലും മമ്മി ഒരു ഫോൺ വാങ്ങിച്ചു തരും. നമ്മൾ ഇതുവരെ മമ്മിയോട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അതൊക്കെ നടക്കോ? എന്റെ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നടക്കും, എന്തായാലും നടക്കും. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. മമ്മി എന്താ സോഫയെ കിടക്കുന്നു, ഞാൻ പോയി മമ്മിയെ മെല്ലെ സോപ്പിടട്ടെ. അപ്പൊ ചേച്ചി വന്ന് കാര്യം അവതരിപ്പിച്ചാ മതി. നീ പറയുന്നത് പോലെ ചെയ്യാം. നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാനേ. ചേച്ചി എന്റെ കൂടെ വാ. ശരി, എങ്കിൽ ചെല്ലു നീ. എന്തോരം പണിയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴുള്ളൊരു സുഖം. ഇവിടെ കിടക്കുകയാണല്ലേ കൊച്ചു കള്ളി. മമ്മി വന്നു ഞാൻ. എന്തിനാണ് കൊച്ചു എന്റെ കാലത്ത് വലിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നും കൂടെ സമ്മതിക്കൂലേ? എന്ത് ചോദ്യം മമ്മി ഇത്? അമ്മയുടെ കാല് തടവാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്തോ ഒന്ന് സോപ്പിടല. എടി ലച്ചു ചേച്ചി, നിങ്ങൾ വന്നടി. അപ്പൊ ഇവൾക്ക് മാത്രമല്ല മറ്റവൾക്കും കൊണ്ട് എന്തോ ഒരു കാര്യം. മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലടി, കുറച്ച് നന്നായിട്ട് കാലങ്ങ് തിരുമിക്കോ എന്നാ. എടി പിങ്കിമോളെ, നീ ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അതെ, ചേച്ചിയും കൂടെ മമ്മിയുടെ കാല് തടവാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, ഞാൻ കൂടെ സഹായിക്കാലോ. നിക്ക്. അതെ പൊന്നു മക്കൾക്ക് എന്ത് കാര്യമാ സാധിക്കേണ്ടതെന്ന് പറ. എന്നിട്ട് വന്നിട്ട് കാലും കൈയൊക്കെ പിടിക്കാട്ടാ. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്നാലേ മമ്മി ഇപ്പൊ വരാം. മമ്മിക്ക് കുറച്ചും കൂടെ പണി തീർക്കാനുണ്ട്. അയ്യോ, മമ്മി പോവുകയാണോ? നിക്ക് മമ്മി, പോകല്ലേ. എനിക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നെ കിട്ടൂല. മമ്മി ഒന്ന് ഇവിടെ ഇരുന്നേ. ചേച്ചിക്ക് ഒരു കാര്യം പറയണ്ട മമ്മിയോട്. അത് കേട്ടിട്ടേ മമ്മി പോട്. വേഗം പറ പിള്ളേരെ അങ്ങോട്ട്. അത് പിന്നെ മമ്മി, ഇവൾമാരെയും കൊണ്ട് ആ പിന്നെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കാര്യം പറ കൊച്ചേ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങി തരുമോ മമ്മി? അത്രയുള്ളോ? ഫോൺ മാത്രം മതിയോ? ഒരാൾക്ക് മതിയോ അതോ രണ്ടുപേർക്കും വേണോ? മമ്മി പറഞ്ഞാട്ടെ കേട്ടെ. വില കൂടിയത് വേണോ വില കുറഞ്ഞത് വേണോ? ഏത് ടൈപ്പ് വേണം? ഐഫോൺ വേണോ സാംസങ് മതിയോ? നിങ്ങൾക്ക് ഏതാ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം സാംസങ് മതി മമ്മി, അതാവുമ്പോ വലിയ വിലയില്ല. എന്തായാലും പിങ്കിമോളെ അത് പോരെ? എന്നാലേ മക്കൾ ഒരു കാര്യം ചെയ്യും. മുറ്റത്തെ അച്ഛൻ പണം കഴിക്കുന്ന മരം കുഴിച്ചിട്ട് വെച്ചിട്ടില്ലേ, അതുമ്മ പോയിട്ട് കുറച്ച് പണം പറിച്ചിട്ട് വാ. മമ്മി എന്തോ നടി കിടന്ന് കൂവുന്നത്? നിങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ എല്ലാം വാങ്ങി തരുന്നതിന്റെ അഹങ്കാരമല്ലേ കാണിക്കുന്നത്?
വേണമല്ലോ ഫോണ്. നിനക്കിപ്പോ സമാധാനമായില്ലേ? വെറുതെ ശശിയാവാൻ വേണ്ടിട്ട് ഓരോന്നിനും തുള്ളിക്കോളും. ഇപ്പൊ ഫോണും ഇല്ല, മമ്മിയുടെ കയ്യിൽ ചീത്തയും ബാക്കി. മനുഷ്യൻ എന്തൊക്കെ കൊതിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഇതിപ്പോ പവനായി ശവമായി.